നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 6-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം: പൃഥിവീവാവ ഗൗതമാഗ്നിസ്തയാഹ സംവത്സര ഏവ സാമേദാകാശോ ധൂമോ രാത്രിരർച്ചിതിർ ദിശോങ്കാര അവാന്തർദിശോ വിസ്ഫുലിംഗാഹ. ഓ ഗൗതമ, ഭൂമി ശരിക്കും യാഗാഗ്നിയാണ്. ഇവിടെ വാക്ക് ആണ് ഇന്ധനം. ആകാശം പുകയാണ്. രാത്രി ജ്വാലയാണ്. സ്വർഗങ്ങൾ കൽക്കരികൾ. സ്വർഗത്തിന്റെ ഇടയിൽ ഉള്ള ഭാഗങ്ങൾ തീപ്പൊരികളാണ്. 2-ാമത്തെ ശ്ലോകം: തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ വർഷ ജുഹ്വതി തസ്യാ ആഹുതേരന്നം സംഭവതി. ഈ അഗ്നിയിൽ ദേവന്മാർ മഴ നൽകുന്നു. ഈ ആഹുതിയിൽ നിന്നും അന്നം ഉണ്ടാകും. വീണ്ടും ഛാന്തോക്യ ഉപനിഷത്ത് യജ്ഞത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വാക്കിനെ കുറിച്ച് പറയുന്നു. ഭൂമി എന്നുള്ള ഈ യാഗാഗ്നിയിൽ വാക്കാണ് ഇന്ധനം എന്നാണ് പറയുന്നത്. വേർഡ്സ്. അതുകൊണ്ട് നമ്മൾ വാക്ക് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. നമ്മുടെ ചിന്തകൾ അത് രൂപം നൽകിയിട്ട് വാക്കുകൾ ആവുമ്പോഴാണ് അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ആ വാക്കിന്റെ പുറകില് സങ്കല്പശക്തി അറ്റാച്ച് ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയും. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പഴഞ്ചൊല്ലുന്നു. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ്റെ വാക്കിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൊണ്ടുവരേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. കാരണം എങ്ങനെയാണോ ഒരാളുടെ സംഭാഷണം അത് അയാളുടെ ഹൃദയത്തെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അയാളുടെ ബോധതലത്തെ കാണിക്കുന്നു. നല്ല രീതിയിൽ നാവിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദയങ്ങളെ കീഴടക്കാൻ സാധിക്കുമെന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. നമ്മൾ
അദ്ദേഹത്തെ പോലെ സംസാരിക്കണം, സ്റ്റിൽ എയർ പോലെ ആവണം എന്ന് പറയുന്നത്. അതായത് ആ സ്നേഹപ്രവാഹം വാക്കിലൂടെ ഒഴുകണം, ഒരു തരത്തിലും വേദനിപ്പിക്കാതെ, അനുദ്വേഗകാരം വാക്യം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. വേദനിപ്പിക്കാത്ത രീതിയിൽ സംഭാഷണം നടത്തുക. കാരണം വാക്കുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, യുദ്ധങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ വാക്കിന് യുദ്ധങ്ങൾ ഇല്ലാതെയാക്കാനും സാധിക്കും. നല്ല രീതിയിൽ സംഭാഷണം നടത്തിയാൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കുന്നു. ഇന്നലെ ഒരു സിനിമ കണ്ടു, ലഗേ രഹോ മുന്നാഭായ് എന്നുള്ള ഒരു ഹിന്ദി ഫിലിം. എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അതില് മഹാത്മാ ഗാന്ധിയുടെ റിലവൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് വാക്കുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതില് ഗുണ്ടാഗിരി എന്നുള്ള പദത്തിന് പകരം ഗാന്ധിഗിരി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ കാലത്ത് ബാപ്പുജിയുടെ തത്വങ്ങൾക്കുള്ള റിലവൻസ്, കാരണം അത് എറ്റേണൽ തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ്. അതേക്കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത് മുഴുവൻ. വാക്ക് തീജ്വാലയാണ് എന്ന് പറയുന്നു. വാക്ക് ഇന്ധനമാണ്. അപ്പൊ ആ ഇന്ധനം സ്നേഹത്തോട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ പുകയുണ്ടാവില്ല. ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, ഇമോഷൻസ് സ്മോക്ക് ആണ്, ഫീലിങ്സ് ഫയർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആഴത്തിൽ കണക്റ്റഡ് ആയിട്ട് ഫീലിങ്സിൽ, യഥാർത്ഥ സ്നേഹഭാവത്തിൽ അവിടെ സംഭാഷണം നടക്കുമ്പോൾ അവിടെ പുകയുണ്ടാവില്ല. ആ പുക ആണ് ആകാശം, സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളിൽ സ്വാർത്ഥത കലരുമ്പോൾ, നമ്മൾ ഇമോഷൻ അറ്റാച്ച്മെന്റ് വരുമ്പോൾ നമ്മൾ ഈഗോന്റെ ഒരു സൃഷ്ടി നടത്തുന്നു. അങ്ങനെയായിരിക്കാം ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്ഥാനം അവിടെ വരുന്നു. നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ സൃഷ്ടിക്കാൻ നമ്മളൊരു വേറൊരു സ്ട്രാറ്റം ഉണ്ടാക്കും. സ്നേഹത്തിന്റെ തലത്തിൽ നമ്മൾ മാറിയിട്ട് വേറൊരു തലത്തിൽ നമ്മൾ പ്രവർത്തനത്തിലുള്ള ഒരു മേഖല സൃഷ്ടിക്കും. ഇങ്ങനെയാണ് ചരിത്രത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അടിസ്ഥാനപരമായുള്ള സ്നേഹം എന്നുള്ള തത്വത്തിൽ നിന്നിട്ട് എല്ലാവരും അതേ നമ്മൾ ശ്രദ്ധയെ കുറിച്ചിട്ട് പാത്ത് ഇസ് ദ ഗോൾ എന്ന ടോക്ക് സീരീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിസ്ഥാനമായ സ്നേഹത്തിന്റെ തലത്തിൽ ആണ് എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്നത്. ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസിന്റെ ആവശ്യമില്ല. വസുദേവ കുടുംബകം, എല്ലാവർക്കും ഉള്ളതാണ് ഈ ലോകം. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം. ആ സ്പേസിൽ നമ്മൾ നമ്മുടേതായിട്ട് സ്വർഗങ്ങൾ സൃഷ്ടിക്കുന്നു. രണ്ടുപേർക്ക് രണ്ട് യൂണിവേഴ്സസ് ഉണ്ട്. ഇവിടെ സ്വർഗങ്ങൾക്കിടയിൽ തീപ്പൊരികൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ തന്നെ ക്രിയേഷൻസ്, കംഫോർട്ട് സോൺസ്, അതിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻസ് ഉണ്ടാവും, ഒരുമിച്ച് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഇവിടെ ക്രിയേഷൻ നിലനിൽക്കുന്നത്. ഈ ക്രിയേഷൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ പഞ്ചഭൂതങ്ങളുടെയും ആവശ്യം വരും. അപ്പൊ ഈ ക്രിയേഷനെ നിലനിർത്താൻ വേണ്ടി പഞ്ചഭൂതങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ അത്യാഗ്രഹങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ അന്നം എന്ന് പറയുന്നത് പ്രാണസ്യ പ്രാണനാണ്. ആ അന്നത്തിൽ, ആ സ്നേഹം എന്ന അന്നത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കും. എല്ലാ അറിവുകളും സ്രോതസ്സാണ്. അവിടെ നിന്ന് നമ്മൾ നമ്മുടേതായ ക്രിയേഷനിലേക്ക് വീഴുമ്പോൾ, നമ്മുടേതായിട്ടുള്ള മൾട്ടി യൂണിവേഴ്സസിലേക്ക് നമ്മൾ വീഴുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആവും. സെപ്പറേഷന്റെ ഒരു സ്റ്റെപ്സ് ആണ് ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് പറഞ്ഞത്. തിരിച്ചുള്ള യാത്രയുടെ യഥാർത്ഥ യൂണിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഹാർട്ട് ചക്ര, എർത്ത് ചക്രയിൽ വീഴുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആവുന്നു. നമ്മുടേതായിട്ടുള്ള ക്രിയേഷൻ ഉണ്ട്, നമ്മൾ അതിന് ശക്തി നൽകുന്നു, സെപ്പറേഷൻ ഉണ്ടാവുന്നു. അവസാനം അത് ചുരുങ്ങി ചുരുങ്ങി ഞാൻ മാത്രമായിട്ട് മാറും. ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാലേ, ആദ്യം കുടുംബം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുടുംബം എല്ലാം പോയിട്ട് സെൽഫ്, ഓരോരുത്തരുടെ ലോകങ്ങളായി. ആരെയും വേണ്ട, ആരുമായിട്ട് കണക്ഷനും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ച് യാത്ര നടത്തേണ്ട ആവശ്യം. സഹജമാർഗം പഠിപ്പിക്കുന്നത് ഇതെല്ലാം ഡിസോൾവ് യുവർ ക്രിയേഷൻ എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ഈ തരത്തിൽ നമ്മുടെ അഹബോധത്തിന്റെ ക്രിയേഷനെ ഡിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മാസ്റ്റർ പ്രാണാഹുതി നൽകുന്നു, സ്നേഹം നൽകുന്നു. ആ സ്നേഹത്തിലൂടെ നമ്മുടെ ചിന്തകളെ, വാക്കുകളെ എല്ലാം പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെപ്പറേഷൻസ് എല്ലാം മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലൂടെ നമുക്ക് ഹാർട്ട്ഫുൾനെസ്സിന്റെ റിലവൻസ് കൂടുതൽ വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ
വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.